വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച ഇടതുപക്ഷ സമീപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ കാഴ്ചപ്പാടിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുന്നതിന് പലപ്പോഴും ആധികാരികമായി എല്ലാവരും ചൂണ്ടിക്കാണിക്കാറുള്ളത് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിരുന്ന എറിക് ഹൊണേക്കറുടെ വളരെ പ്രശസ്തമായിട്ടുള്ള വാചകങ്ങളാണ്. ഏറ്റവും ചുരുക്കി അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിച്ചത്, സ്വഭാവത്തിൽ മതനിരപേക്ഷതയും സമീപനത്തിൽ ശാസ്ത്രീയതയും പുലർത്തുന്നതും ചുരുങ്ങിയ ചെലവിൽ എല്ലാവർക്കും ലഭ്യമാകുന്നതുമാവണം വിദ്യാഭ്യാസമെന്നാണ്. പിൽക്കാലത്ത് പല ഇടതുപക്ഷ വിദ്യാഭ്യാസ ചിന്തകന്മാരും ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ സമീപിക്കാൻ ശ്രമിച്ചത്. എന്നാൽ അതിന് തീർത്തും ഘടകവിരുദ്ധമായ മറ്റൊരു കാഴ്ചപ്പാട് സംഘപരിവാരം RSS വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് വെച്ചു പുലർത്തുന്നുണ്ട്. അത് ആ നിലയിൽ നമ്മുടെ രാജ്യം ചർച്ച ചെയ്തിട്ടുണ്ടോ എന്നത് സംശയവുമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത്തരം ചർച്ചകൾ സജീവമായി കേരളത്തിലെങ്കിലും നടക്കുന്നുണ്ട്. RSSൻ്റെ രാഷ്ട്രീയം, അവരുടെ പ്രത്യയശാസ്ത്രം, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ RSS നടത്താൻ ഉദ്ദേശിക്കുന്ന ഇടപെടലുകളുടെ പൊതുവായ ഒരു രൂപരേഖ, അതെല്ലാം വിചാരധാരയിലൂടെയാണ് അവർ വിളംബരം ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ RSSൻ്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന മാധവ സദാശിവ ഗോൾവൾക്കറാണ് 1966 വിചാരധാര രചിക്കുന്നത്. ആ വിചാരധാര ഇന്നും RSSൻ്റെ ആധികാരികമായ രേഖയായി തുടരുകയും ചെയ്യുന്നുണ്ട്. ആ വിചാരധാര RSSൻ്റെ എല്ലാ വിഷയങ്ങളിലുമുള്ള കാഴ്ചപ്പാട് ഒട്ടൊക്കെ മറയില്ലാതെ വിളംബരം ചെയ്യുന്നുമുണ്ട്. സമത്വത്തെ സംബന്ധിച്ച് വിചാരധാര മുൻപോട്ട് വെക്കുന്ന കാഴ്ചപ്പാട് അത് അപ്രായോഗികമാണ് എന്നാണ്. സമത്വം അപ്രായോഗികമാണ് എന്നാണ്. അസമത്വമാകട്ടെ ദൈവികമാണ് എന്ന കാഴ്ചപ്പാടും അത് മുൻപോട്ട് വെക്കുന്നുണ്ട്. വളരെ കൗതുകകരമായൊരു വസ്തുത, ജമാഅത്തെ ഇസ്ലാമിയും കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഇതേ പ്രചരണ രീതിയാണ് സ്വീകരിച്ചിരുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നവർ, ഇപ്പോഴും ഉണ്ട്, അവരൊക്കെ ഏകദേശം ഇതേ വാചകങ്ങൾ തന്നെയാണ് സോഷ്യലിസത്തിനെതിരായി, ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി പ്രചരണത്തിന് വേണ്ടി സ്വീകരിച്ചിരുന്നത്. സമത്വത്തെ സംബന്ധിച്ച് മാത്രമല്ല, ഇപ്പം മതനിരപേക്ഷതയെ സംബന്ധിച്ച് RSSൻ്റെ കാഴ്ചപ്പാട് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. അതെല്ലാവർക്കും അറിവുള്ളതാണ്. അത് പലയിടങ്ങളിലും അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ മതനിരപേക്ഷതയെക്കുറിച്ച് മാത്രമല്ല, ജനാധിപത്യത്തെക്കുറിച്ചും, ജനാധിപത്യം എന്ന ആശയത്തെ RSS അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വിചാരധാര അർത്ഥശങ്കയ്ക്കിടയില്ലാതെ മറുപടി നൽകുന്നുണ്ട്. ജനാധിപത്യം ഗോൾവൾക്കറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മപ്രശംസ, പരദൂഷണം തുടങ്ങിയ എല്ലാ തെറ്റായ ഗുണങ്ങളെയും വളർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതുമാണ് ജനാധിപത്യം. അത് മനുഷ്യ മനസ്സിൻ്റെ ശാന്തിയെയും വിശുദ്ധിയെയും വിഷമയമാക്കി മാറ്റും, തകർക്കുമെന്നാണ്. ജനാധിപത്യത്തെ ഒരു നിലയ്ക്കും അംഗീകരിക്കാനാവില്ല എന്ന് കൃത്യമായി അവരുടെ നയം വിചാരധാരയിൽ വിളിച്ചു പറയുന്നുണ്ട്. സമത്വം, മതനിരപേക്ഷത, ജനാധിപത്യം ഇതെല്ലാം തിരസ്കരിക്കേണ്ട മൂല്യങ്ങളാണെന്നും രാജവാഴ്ചയാണ് അഭികാമ്യം, ചാതുർവർണ്ണ്യമാണ് സ്വീകാര്യമായിട്ടുള്ളത്, രാജവാഴ്ചയും ചാതുർവർണ്ണ്യവുമാണ് മികച്ചത് എന്ന് കൃത്യമായി തന്നെ RSSൻ്റെ രാഷ്ട്രീയം ഗോൾവൾക്കർ വിചാരധാരയിൽ വിശദമാക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇതിനോടകം ചർച്ച ചെയ്തിട്ടുള്ളതാണ് വിചാരധാരയുടെ 19, 20, 21 അധ്യായങ്ങളിലായി പ്രതിപാദിക്കുന്ന ആഭ്യന്തര ഭീഷണികളെ സംബന്ധിച്ച്. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം തുടർച്ചയായി കടന്നു വരുന്നതാണ്. മുസ്ലിങ്ങളും ക്രൈസ്തവരും കമ്മ്യൂണിസ്റ്റുകളും ഇന്ത്യക്കകത്തുള്ള ഭീഷണിയാണ്. ആ ഭീഷണി തുടച്ചു നീക്കേണ്ടതാണ് എന്നത് വിചാരധാര പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതുമാത്രമല്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച കാഴ്ചപ്പാടിൻ്റെയും RSSൻ്റെ കാഴ്ചപ്പാടിൻ്റെ അടിത്തറ വിചാരധാര തന്നെയാണ്. വിദ്യാഭ്യാസ രംഗമാകെ അടിമുടി മാറേണ്ടതാണ് എന്ന കാഴ്ചപ്പാട് RSS മുൻപോട്ട് വയ്ക്കുന്നുണ്ട്.
വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന കാഴ്ചപ്പാട് നമ്മുടേതുമാണ്. പക്ഷേ ആ മാറ്റം ഒരേപോലെയല്ല എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വിചാരധാരയുടെ 25-ാമത്തെ അധ്യായം ഈ അടിമുടിയുള്ള മാറ്റത്തിൻ്റെ മുന്നോടിയായി അധ്യാപകരോടുള്ള ആഹ്വാനമാണ്. ആ ആഹ്വാനം വളരെ ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ള ഹിന്ദുവിനെ ഉണർത്തിയെടുക്കുക എന്നാണ്. ഹിന്ദു ഉണരണം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ഒക്കെ അവരുടെ ഒരു പ്രഖ്യാപിത മുദ്രാവാക്യമായിട്ട് എല്ലായിടത്തും പറയുന്നതാണ് ഹിന്ദു ഉണരണം, ഹിന്ദു ഉണരൂ എന്നൊക്കെ പറയും. അത് വിചാരധാരയിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്. അധ്യാപകരോടുള്ള ആഹ്വാനം ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്തുക, അതായിരിക്കണം വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. RSSൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ വാക്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെന്ത് എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഹിന്ദുവിനെ ഉണർത്തുക എന്നാണ്. RSS അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഇതരമത വിദ്വേഷികളായ മറ്റെല്ലാ വിശ്വാസധാരകളെയും സ്പർദ്ധയോടെ കാണുന്ന, അല്ലെങ്കിൽ എല്ലാ ഹിന്ദുവിനെയും വർഗീയവാദിയായ ഹിന്ദുവാക്കി മാറ്റുക എന്നതാണ്. മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെയും വർഗീയവാദിയായ ഹിന്ദുവാക്കി മാറ്റാനുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് വിദ്യാഭ്യാസം എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതിന് ഇന്ന് കൈവന്ന രാഷ്ട്രീയാധികാരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി സമീപ ദിവസങ്ങളിൽ, സമീപ മാസങ്ങളിൽ എന്തെല്ലാം വിഷയങ്ങൾ പൊതുമണ്ഡലം ചർച്ച ചെയ്തു. വളരെ അപഹാസ്യമായ രീതിയിൽ എങ്ങനെ വൈജ്ഞാനിക ശാസ്ത്രരംഗത്തെ നേട്ടങ്ങളെ പുറകോട്ടടിപ്പിക്കുന്നതും തീർത്തും അബദ്ധജടിലമായ കാര്യങ്ങളെ ശാസ്ത്രീയമെന്ന വിധം അവതരിപ്പിക്കുന്നതുമായ വിഷയങ്ങൾ നമ്മുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് BJPയുടെ MP-യും മുൻ കേന്ദ്രമന്ത്രിയുമായ ശ്രീ അനുരാഗ് താക്കൂർ. അദ്ദേഹമാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമ്മുടെ കോഴിക്കോട് ഇവിടെ വന്ന് ദേശാഭിമാനിയും കൈരളിയും ഒക്കെ ഒഴികെയുള്ള മറ്റ് ചില മാധ്യമങ്ങളും ഒഴികെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളുടെ ഒരു യോഗം, അതിൻ്റെ എഡിറ്റർമാരുടെ യോഗം വിളിച്ചു ചേർത്തത് അദ്ദേഹമാണ്. RSSനോട് യോജിച്ചു പോകാൻ കഴിയുന്ന മാധ്യമങ്ങളുടെ യോഗം കോഴിക്കോട്ട് വിളിച്ചു ചേർക്കാൻ RSS ചുമതലപ്പെടുത്തിയ മന്ത്രിയായിരുന്നു അനുരാഗ് താക്കൂർ. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ എഡിറ്റർമാരെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്തു. ആ അനുരാഗ് താക്കൂർ അന്നത്തെ മന്ത്രി, ഇന്ന് MP ആണ് അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ഒരു വിദ്യാലയത്തിൽ ചെന്ന്, അതും നവോദയ വിദ്യാലയമാണ് എന്നാണ് കേൾക്കുന്നത്. ആ വിദ്യാലയം, നവോദയ വിദ്യാലയത്തിൽ പ്രത്യേക പരീക്ഷയൊക്കെ നടത്തിയിട്ടാണല്ലോ കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത്. ആ വിദ്യാർത്ഥികളോട് അദ്ദേഹത്തിൻ്റെ ചോദ്യം, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആരാണ് എന്നാണ് ചോദ്യം. കുട്ടികൾ പല മറുപടിയും പറഞ്ഞു. അപ്പോൾ അതൊക്കെ തിരുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു, അല്ല, ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ആളാണ്. നവോദയ വിദ്യാലയത്തിലെ കുട്ടികളോടുള്ള ഒരു സംവാദത്തിലാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, പുസ്തകങ്ങൾ പറഞ്ഞു തരുന്ന അറിവിനപ്പുറം ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തിൻ്റെ ആ പാരമ്പര്യത്തിൽ നിന്നുള്ള അറിവുകൾ സ്വാംശീകരിക്കണം. അതുകൊണ്ട് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി അത് ഹനുമാനാണ് എന്നാണ് പറയുന്നത്. നമ്മളിത് ചിരിച്ചു തള്ളും, ഒരു വങ്കത്തരം, ഒരബദ്ധം നിസ്സാരമായിട്ട് ചിരിച്ചു തള്ളുന്നൊരു കാര്യമാണ്. എന്നാൽ ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികളോടുള്ള സംവാദത്തിൽ ഒരു മുൻ കേന്ദ്രമന്ത്രി പറഞ്ഞ ഒരു കാര്യമായി മാത്രം ഇതിനെ ചുരുക്കി കണ്ടുകൂടാ. ശാസ്ത്ര കോൺഗ്രസിൻ്റെ വേദിയിൽ അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളിൽ, അതിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഒക്കെ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിനോടകം നമ്മുടെ നാട് ചർച്ച ചെയ്തിട്ടുള്ളത്. ഒരു പക്ഷേ 8-10 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം കാര്യങ്ങൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി കൂടി നിലനിൽക്കുന്നതെന്ന് വാദിച്ചാൽ പോലുമുള്ള മിത്തുകൾ ശാസ്ത്രീയമായ സത്യങ്ങളാണെന്ന നിലയിൽ ആരെങ്കിലും അവതരിപ്പിക്കുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമ്മുടെ അനുഭവം ആ നിലയിലേക്ക് മാറുകയാണ്. ലോകത്തിൽ തന്നെ പൊതുവായ ഒരു കണക്ക്, ലോകരാജ്യങ്ങളെ പൊതുവായി എടുത്താൽ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 1.8% ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നീക്കിവെക്കുന്നത് എന്നാണ്. കുറവാണ്.
എന്നാൽ നമ്മുടെ രാജ്യത്തത് 0.7%. പക്ഷേ ഇപ്പോൾ ആ ഗവേഷണങ്ങളിൽ അധികവും ഊന്നൽ കൊടുക്കുന്നത് പൊതുവെ അക്കാദമിക് വൃത്തങ്ങളിൽ ചാണക ഗവേഷണം എന്ന് പറയുന്ന വിധത്തിൽപ്പെട്ടതാണ്. അതായത് എങ്ങനെ ആണ് ഹനുമാൻ ബഹിരാകാശത്ത് പോയത്, രാവണൻ എങ്ങനെയാണ് വിമാനം പറപ്പിച്ചത്, എങ്ങനെയാണ് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ഗണപതിയെ രൂപപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. അത്തരത്തിലുള്ള പരമാബദ്ധങ്ങളുടെ മുൻപിലാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഗണപതിയെക്കുറിച്ച് മുൻപ് കേരളത്തിൻ്റെ സ്പീക്കർ ഒരു പരാമർശം നടത്തിയത് എത്ര വലിയ വിവാദമായി, അതെത്രമാത്രം ചൂടുപിടിച്ച ഒരു വിഷയമായി, ഒരു വിവാദ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കമുണ്ടായി. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിലെ ഏതാണ്ട് എല്ലാ സമൂഹങ്ങളിലും വളരെ വൈവിധ്യമാർന്ന മിത്തുകളുണ്ട്. അത് ഓരോ നാടിൻ്റെയും സാംസ്കാരിക പൈതൃകം രൂപപ്പെട്ടു വരുന്ന ഘട്ടത്തിൽ ഉടലെടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. ചില രാജ്യങ്ങളിലെ ആ മിത്തുകൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ ലോകത്തെല്ലായിടത്തും അത് മിത്താണ്, അല്ലെങ്കിൽ അതൊരു വിശ്വാസമാണ്. വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യാഥാർത്ഥ്യമല്ല എന്ന് തന്നെയാണ് എന്നൊക്കെ തിരിച്ചറിയുന്നുമുണ്ട്. സമാന സ്വഭാവമുള്ള മിത്തുകളുമുണ്ട്, ചെറിയ ചെറിയ വ്യത്യാസത്തോടുകൂടി. ഇപ്പം ഗണപതി ആനയുടെ ശിരസും മനുഷ്യൻ്റെ ഉടലുമാണ് നമുക്കെല്ലാവരും അറിയാം. ഗ്രീക്ക് സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമായി മൈനട്ടോർ എന്ന് പറയുന്ന മറ്റൊരു മിത്തുണ്ട്. ആ മിത്തിന് കാളയുടെ തലയും മനുഷ്യൻ്റെ ഉടലുമാണ്. കാളയുടെയും മനുഷ്യൻ്റെയും കൂടി ഒരു മിക്സാണ്. ആനയുടെയും മനുഷ്യൻ്റെയും പോലെ കാളയുടെയും മനുഷ്യൻ്റെയുമാണ്. ഗ്രീക്കിൽ തന്നെ സെൻഡോർ എന്ന് പറയുന്ന മറ്റൊരു മിത്തുണ്ട്. അത് കുതിരയുടെ ഉടലും മനുഷ്യൻ്റെ തലയുമാണ്. ഇസ്ലാമിക മിത്തായി പലരും പരാമർശിച്ച് കാണുന്നുണ്ട് ബുറാഖ് എന്ന് പറയുന്നൊരു കുതിര. അത് പറക്കുന്ന കുതിരയാണ്, ചിറകുള്ള കുതിരയാണ്. ഇങ്ങനെ വൈവിധ്യമാർന്ന നൂറുകണക്കിന് മിത്തുകൾ ലോകത്തിലെമ്പാടുമുള്ള മനുഷ്യ സമൂഹങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെയൊക്കെ കാണാം. മനുഷ്യൻ്റെ ഭാവനയുടെ സൃഷ്ടിയാണത്. അതൊന്ന് മനസ്സിലാക്കാൻ വലിയ പരിശോധനയുടെ ആവശ്യമില്ല. മനുഷ്യൻ്റെ ഭാവനാലോകത്തിൻ്റെ സൃഷ്ടികളാണ്, മനോഹരമായ ഭാവനയാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ അതൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ടാവാം. അതിനെയും അങ്ങനെ പ്രത്യേകമായി ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ അത് ശാസ്ത്രീയമായ സത്യമാണ് എന്ന നിലയിൽ അവതരിപ്പിക്കപ്പെട്ടാൽ എങ്ങനെയിരിക്കും എന്നതാണ് പ്രശ്നം.